തുറന്നു പറയാൻ മടിക്കുന്നവർ, കരിയറിനെ കുറിച്ച് ചിന്തിക്കുന്നവർ, ഇത്രയും കാലവും കഷ്ടപ്പെട്ട് നേടിയ പേര് നഷ്ടമാകുമോ എന്ന് പേടിക്കുന്നവർ, ഇങ്ങനെ പലർ. എല്ലാവരുടെയും മാനസികാവസ്ഥയും എല്ലാവരുടെയും സാഹചര്യങ്ങളും ഒക്കെ വ്യത്യാസമാണ്. ഇതുപോലെ ഒരു നടി, വിൻസിയെ പോലെ കഴിവ് തെളിയിച്ച ഒരു യുവനടി കൃത്യമായി പരാതി പറയുന്നു. സമൂഹത്തോടാണ് പറയുന്നത്, സോഷ്യൽ മീഡിയയിലൂടെയാണ് അവർ ആ വെളിപ്പെടുത്തൽ ആദ്യം നടത്തുന്നത്. അതിനുശേഷം അവർ പരാതി നൽകുന്നു ബന്ധപ്പെട്ട ഏജൻസികളിൽ. ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഇത്രയധികം കേസുകളും ആരോപണങ്ങളും നേരിട്ടിട്ടും മലയാള സിനിമയ്ക്ക് അതിൽ പ്രവർത്തിക്കുന്ന ഒരാളെ നിലയ്ക്ക് നിർത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതെന്നും ഒരു അത്ഭുതമായി തന്നെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയം മാത്രമല്ലല്ലോ, എല്ലാ വിഷയത്തിലും തന്നെ അവളോടൊപ്പം എന്ന് പറയുകയും അവനോടൊപ്പം നിൽക്കുന്നത് നമ്മളെന്നും കാണുന്ന ഒരു കാഴ്ചയാണല്ലോ. അത് ഒരു വലിയ അത്ഭുതമുള്ള കാര്യമല്ല. കാരണം ഇവിടെ അവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഇവിടെ ഒരു തിയേറ്റർ പോലും കിട്ടണമെങ്കിൽ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? ആരാണ് ഹീറോ എന്നാണ് ചോദിക്കുന്നത്. ഹീറോയിൻ ഒരു വിഷയമല്ല ഇവിടെ. ഇവിടെ നായകന്മാർക്കാണ് ഇവിടെ മാർക്കറ്റ്. അവരെ വെച്ചാണ് ഇവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സൗകര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ തീരുമാനങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായി പോയിക്കൊണ്ടിരിക്കുകയല്ലേ കുറേ കാലമായിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി മറ്റു ഭാഷകളിൽ ഇതിനേക്കാളും മറ്റു ഭാഷകളിൽ നടക്കുന്നുണ്ടെന്ന് കരുതി നമ്മുടെ ഭാഷയിലാകാം എന്നല്ലല്ലോ. നമ്മുടെ നാട്ടിൽ നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണല്ലോ. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ഇത്രയധികം പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഇവരെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നത്. എന്നിട്ട് പോലും അവരെ ഒരു നിയന്ത്രണത്തിൽ നിർത്താനാവാത്തത് എന്തുകൊണ്ടാണ്? നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കോ അല്ലെങ്കിൽ ചേംബറിനോ ഒന്നും എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത്? ഇപ്പം സംവിധായകരെ ഒരു പരിധി വരെ ഞാൻ കുറ്റം പറയില്ല. കാരണം ഇന്ന് സംവിധായകൻ ആര് ആകണം എന്ന് പോലും തീരുമാനിക്കുന്നത് നടന്മാരാണ്. അതുകൊണ്ട് തന്നെ സംവിധായകന് ഇരുന്ന് ഒരു പടം കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതല്ല സംവിധായകൻ്റെ സിനിമ എന്ന് പറയുന്ന ഒരു 2-3 പേരാണ് ഇപ്പോൾ മലയാള സിനിമയിലുള്ളത്. ബാക്കിയെല്ലാം നടന്റെ സിനിമ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദുരുപയോഗിക്കുക എന്നുള്ളൊരവസ്ഥയാണ്. ഇത് ശരിയാണ്, അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിരന്തരമായ പരാതികളാണ് അല്ലെ? ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പരാതി, കേസ്, ശിക്ഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതൊക്കെ കടന്നു പോയിരിക്കുന്നു. ഒരു സ്ത്രീക്കെതിരെ ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചിരിക്കുന്നു എന്നത് കൃത്യമായി മനസ്സിലാകും. അനിതര സാധാരണമായ, അടുത്ത കാലത്ത് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന തരത്തിൽ അഭിനയശേഷിയുള്ള നടനാണ്. മുരളിക്ക് ശേഷം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി കാണുന്ന ഒരു നടനൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിനൊരു പരിധിയുണ്ടല്ലോ. എത്ര പ്രതിഭാശാലിയാണ് എങ്കിലും സമൂഹത്തിനെതിരെയുള്ള വെല്ലുവിളി, സ്ത്രീകൾക്കെതിരായ വെല്ലുവിളി എന്ന് പറയുന്നത് സമൂഹത്തിനെതിരായ വെല്ലുവിളി എന്നുള്ള നിലയ്ക്ക് തന്നെ കാണേണ്ടതാണ്, അങ്ങനെ തന്നെ അഡ്രസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ആ നിലയ്ക്കുള്ള വെല്ലുവിളി വെച്ച് പൊറിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഇത് ഇപ്പം മാധ്യമങ്ങളിൽ തന്നെ നിങ്ങൾ നോക്കൂ, സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ, ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ പോലും സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ വളരെ അതെന്തോ ഒരു വലിയ തമാശയായിട്ടാണ് അദ്ദേഹം പറയുന്നതൊക്കെ. പക്ഷെ അതിന് സ്ത്രീകൾ തന്നെ അതിനെ രസിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. മാധു, ഒന്ന് ആലോചിച്ച് നോക്കൂ, സമൂഹം തന്നെ ചില ആളുകൾക്ക് ഇത്തരം പ്രിവിലേജസ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ ഒരു പിന്നെ അണി റോസിനെതിരെ വന്നൊരു വിഷയം. അത് അവർ കേസ് കൊടുത്തപ്പോൾ ഏറ്റവും അധികം അവരെ അറ്റാക്ക് ചെയ്തത് ആരായിരുന്നു? ഇവിടുത്തെ സമൂഹമല്ലേ അവരെ അറ്റാക്ക് ചെയ്തത് മുഴുവനും. ആ ആളെ മാലയിട്ട് സ്വീകരിച്ചത് ആരായിരുന്നു? അപ്പൊ ഇവിടെ ഈ ഹീറോയിസം വളർത്തുന്നത് ആരാണ് ഹീറോയിസം വളർത്തുന്നത്? അങ്ങനെ വരുമ്പോൾ പലതും അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അതിന് ഉത്തരവാദിത്വമില്ലേ? ഓരോ മാധ്യമങ്ങളിൽ ഞാനത് കാണുമ്പോൾ തോന്നാറുണ്ട്, എങ്ങനെയാണ് പെൺകുട്ടികൾ ഇത് കേട്ടുകൊണ്ട് മുൻപിൽ ഇരിക്കുന്നത്? ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗം തന്നെയാണിത്. ഈ കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ പ്രവർത്തനമായി കൊണ്ടു നടക്കുന്ന ചിലർ അതിന് കൃത്യമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ തന്നെയാണ്. ആ തലക്കെട്ട്, അങ്ങനെ ദ്വയാർത്ഥമുള്ള തലക്കെട്ട് വന്നാൽ അതിനുണ്ടാകുന്ന ഹിറ്റ് ഇത്രയാണ്, അതിനുണ്ടാകുന്ന ഹൈപ്പ് ഇത്രയാണ് എന്നത് കണക്ക് കൂട്ടി ആ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ കൃത്യമായി അത് കേട്ടുകൊണ്ടിരിക്കുക, ആ ഉത്തരം വരാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ മെനഞ്ഞെടുക്കുക തുടങ്ങിയത്
ഒരു കലാപരമായ പ്രവർത്തനം എന്ന നിലയ്ക്കാണ് കണക്കാക്കുന്നതെങ്കിലും അതൊരു ക്രിമിനൽ പ്രവർത്തനമാണ്. അതിനെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹണി റോസിന്റെ കേസിലടക്കം അത് വളരെ പ്രകടവും ദൃശ്യവുമായിരുന്നു. നമ്മൾ അത്തരത്തിലുള്ള ചില ഇന്റർവ്യൂകളൊക്കെ ആ ഘട്ടത്തിൽ കാണേണ്ടിയും ചിലതൊക്കെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊടുക്കേണ്ടിയും വന്നു എന്നുള്ളത് വളരെ സ്വയം നിന്നയോടെ ഓർത്തെടുക്കേണ്ടി വരുന്ന സാഹചര്യം കൂടിയാണ് അതൊക്കെ. ശ്രീ റെജി ലൂക്കോസ് നോക്കൂ, ഞാൻ വരാം. ശ്രീമതി ഭാഗ്യലക്ഷ്മി പറയൂ 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 അങ്ങ് പറയൂ. മാധു തുടക്കത്തിൽ മാധു പറഞ്ഞല്ലോ പരാതികൾ വരുന്നില്ല. അതിപ്പോ സജി നന്ദിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, പരാതികൾ ആരും അങ്ങോട്ട് പറയുന്നില്ല. ആദ്യമായിട്ടാണ് തുറന്ന ഒരു പരാതി മുൻപിലേക്ക് വരുന്നത്. സ്വകാര്യമായി അവിടെ ചെന്ന് ചെവിയിൽ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ, അല്ലെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതെല്ലാം സ്വകാര്യമായിട്ടാണ് പറയുന്നത്. ഓപ്പണായിട്ട് ഒരാൾ ഇത് പറയുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് പരാതി ഉണ്ട്, പരാതിക്കാർ ഇല്ല. അതെപ്പോഴും ഞാൻ പറയാറുള്ള ഒരു വാക്കാണ്. പരാതിക്കാരില്ല, പരാതികളുണ്ട്. ശരി, ഞാൻ